M303 solve circuit parameter in AC parallel circuit. ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു സർക്യൂട്ട്. ആ സർക്യൂട്ടിനകത്ത് R ഉണ്ട്, IA തന്നിട്ടുണ്ട്, IB യും തന്നിട്ടുണ്ട്. IA എന്ന് പറയുന്നതിൽ -40 -π/4 ആണ്, ദാറ്റ് ഈസ് 45 ഡിഗ്രി. IB എന്ന് പറയുന്നത് ലീഡാണ്, അപ്പോൾ അത് കപ്പാസിറ്റർ. 5/6 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. അതിലെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് IA ഈക്വൽ ടു 7.07. അപ്പം മാക്സിമം വാല്യൂ ആണ് 7.07. ഈ IB എന്ന് പറയുന്നത് 21.2. ആ വാല്യൂ ആണ് നമ്മൾ കറണ്ടായിട്ട് എടുക്കുന്നത് ബ്രാഞ്ച് എയിലെയും ബ്രാഞ്ച് ബിയിലെയും. പ്ലസും മൈനസിൻ്റെയും ചിഹ്നം വെച്ചാണ് വേർതിരിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ ആണോ ഇൻഡക്ടർ ആണോ എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത് എളുപ്പമാണ്, കാരണം വോൾട്ടേജ് ഉണ്ട്, ലാഗും ലീഡും വേറെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ടോട്ടൽ കറണ്ട് കാണാൻ വേണ്ടി അത് എക്സ് കോമ്പണൻ്റ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് 21.2 കോസ് 60 7.07 കോസ് 45. രണ്ടും ഈ വിയിലേക്ക് തന്നെ വരുന്ന കോമ്പണൻ്റ് ആയതുകൊണ്ട് കൊസൈൻ എന്ന് പറയുന്നത് ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്, ആംഗിളിനോട് അടുത്ത് കിടക്കുന്ന സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒന്നും മൈനസ് ആവേണ്ടി വരുന്നത്. 21.2 സൈൻ 16 പ്ലസ് ആയിട്ടും -7.07 സൈൻ 45 അത് ഇങ്ങോട്ടായിരിക്കും. മൗസ് പോകുന്നത് നോക്കുക, 0 നിന്ന് താഴേക്കാണ്. മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ √15.6² പ്ലസ് 13.6² എന്ന് പറഞ്ഞാൽ 20.5 ആംപിയർ ആണ്. 5 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് കോമ്പണൻറ്റ് ഡിവൈഡ് ബൈ വൈ കോമ്പണൻറ്റ് ഓഫ് കറണ്ട് ആണ്. 13.6 ഡിവൈഡ് ബൈ 15.6 40.5 ഡിഗ്രി ലീഡാണ് കിട്ടുന്നത്. അടുത്തത് അപ്പോൾ I എന്ന് പറഞ്ഞാൽ ആ മാക്സിമം കറണ്ടിനെ നമുക്ക് 20.5 സൈൻ ഒമേഗ ടി പ്ലസ് 40.5 ഡിഗ്രി എന്ന് പറയാം. ഇമ്പിഡൻസ് ഫസ്റ്റ് കോമ്പണൻറ്റിൻ്റെ V ഡിവൈഡഡ് ബൈ A എന്ന് പേര് കൊടുക്കുക. A ആണ് എന്തെന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ IA. 354 വോൾട്ടേജ്, 54 ഡിവൈഡ് ബൈ 7.07 50 ഓം ആവും. IA ആയി. IB എന്ന് പറഞ്ഞാൽ IB മാക്സിമം എന്ന് പറഞ്ഞാൽ 21.2 ആണ്. അപ്പോൾ B കാണാൻ വേണ്ടിയിട്ട് V ഡിവൈഡഡ് ബൈ 354 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 21.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന് മുമ്പ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ZA cos 45 ആണ്. 50 × 0. cos 45 എന്ന് പറഞ്ഞാൽ 0.707 1/√2 ആണ്. 35.4. റിയാക്റ്റൻസ് XL എന്ന് പറഞ്ഞാൽ 50 സൈൻ 45 ആണ്. 50.707 തന്നെയാണ്, രണ്ട് വാല്യൂ അന്ന് തന്നെയാണ്. 35.4 ഓം ആണ്, XL ആണത്. ദെൻ ZB എന്ന് പറയുന്നത് 300 ഡിവൈഡ് ചെയ്താൽ 17.5 ഓം ആണ്. 17.5 ഓമിന് 17.5 ഓമിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, cos 5B കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5B എന്ന് പറയുന്നത് cos 60 ആണ്. cos 60.5 സൈൻ 60.866 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ നേർപകുതി. നമുക്ക് കിട്ടിയത് 17.5 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ
17.5 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് അതിന് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണത്, ബി എന്നാക്കുക. അപ്പോൾ ബി എന്ന് പറയുന്നത് 17.5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പകുതി 8.75. എക്സ് സി ആണ് നമ്മുടെ വാല്യൂ. എക്സ് സി എന്ന് പറഞ്ഞാൽ സെഡ് ബിയുടെ 60, അതായത് 17.5 ഗുണം 0.866 17.5 ഇൻറ്റു 0.866 15.16 ആണ് ലഭിക്കുക. ഒന്ന് എക്സ് എൽ ആണ്, മറ്റൊന്ന് കപ്പാസിറ്റൻസ് ആണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. രണ്ടിനും റിയാക്റ്റൻസ് എന്നാണ് പേര് എഴുതിയിരിക്കുന്നത്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് എഴുതിയാൽ അതേപോലെ തന്നെ 35.4 എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് എഴുതിയാൽ കുറച്ചും കൂടി കറക്റ്റ് ആയിരിക്കും. താങ്ക് യു ഫോർ